അങ്ങേ കൊമ്പത്തെ പൊന്നിലക്കൂട്ടിലെ ചങ്ങാലിപ്പെണ്ണ് നാണിച്ചു. ഒരാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെയും കൂടെ കണ്ടാൽ ടോപ്പ് സിംഗറിലത്തെ ഒരാളാണ്. ഇംഗ്ലീഷാണ് എൻ്റെ വേദിയായിട്ടുള്ളത്. ഇംഗ്ലീഷ് പഠിക്കണം, എന്നാൽ നമുക്ക് വെളിയിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഒരു ദിവസം 4 വരി വെച്ച് അങ്ങനെ 2 വരി വെച്ച് അങ്ങനെ പാടി പോകുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായിക്കൊണ്ട്. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകളതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. ഈ പാട്ട് കേട്ടപ്പോൾ മുരുകൻ കട്ടക്കട സാർ എന്താ മോളോട് പറഞ്ഞത്? രേണുകേ നാം 2 മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ. നമസ്കാരം, സി മലയാളം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് ഒരു കുട്ടിപ്പാട്ടുകാരിയാണ്. തിരുവനന്തപുരം വെള്ളനാടുള്ള ഒരു കുട്ടിപ്പാട്ടുകാരിയാണ് ദേവിക SS എന്ന ഈ കൊച്ചു പ്രിയപ്പെട്ട മോൾ. ദേവിക കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ പാട്ടുകളും കവിതകളും ഒക്കെ തന്നെ ആലപിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനം മുരുകൻ കാട്ടാക്കടയുടെ കനൽപ്പൊട്ടും മനുഷ്യനാകണം എന്നീ കവിതകളൊക്കെ തന്നെ ആലപിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലായി മാറിയിരിക്കുകയാണ് ദേവിക. ദേവികയുമായി നമ്മൾ വരുന്ന അരമണിക്കൂർ സംസാരിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർ സി മലയാളം ന്യൂസിനൊപ്പം തുടരുക. ദേവിക മോളെ, എങ്ങനെയാണ് പാട്ടിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നത്? ഞാൻ ഒരു 5 വയസ്സ് തൊട്ട് ഈ പഠിക്കാൻ തുടങ്ങി, കവിത പഠിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ ചൊല്ലിയത് നെല്ലിക്ക എന്ന കവിതയാണ് സാറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ചൊല്ലിയത് ഓണം. അങ്ങനെ ഒരുപാട് കവിതകൾ ചൊല്ലി അങ്ങനെ കവിത വീഡിയിട്ട് തുടങ്ങി. അങ്ങനെ എനിക്ക് സാറിനെ കാണണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് സാറിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന് വാട്സപ്പിൽ സാറിൻ്റെ നമ്പർ കിട്ടി. അങ്ങനെ സാറിനെ കണ്ടു, അങ്ങനെയൊക്കെ ആയി. അങ്ങനെ സാറ് ഒരു ദിവസം ഒരു പ്രോഗ്രാമിന് വിളിച്ചു. അന്ന് സാറിനാണ് അവാർഡ് കിട്ടുന്നത്, വയലാർ രാമവർമ്മയിൽ. അന്ന് അവിടെ ഒരു സാറ് പാട്ട് പാടണമെന്ന് പറഞ്ഞു. പക്ഷേ പാട്ട് പഠിക്കാൻ തുടങ്ങി, പാട്ട് പാടാൻ സാധിച്ചില്ല. അങ്ങനെ വേറൊരു പ്രോഗ്രാമിന് വിളിച്ചു. അപ്പോൾ അവിടെ സാറും ഞാനും കൂടിയാണ് പാടിയത്. കനൽപ്പൊട്ട് എന്ന കവിത ശ്രീധനത്തിനെ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കവിത ഞാനും സാറും കൂടെ ചൊല്ലി. നമ്മൾ 2 പേരും ഒത്തുചേർന്ന് ചൊല്ലി. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ എനിക്കാണ് ആ അവാർഡ് കിട്ടിയത്. അവാർഡ് ഇതെങ്ങനെയാണ് ഈ അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കുന്നത്? അത് കാരണം മോള് ഇപ്പോൾ 1ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. അതെ. ഇത്രയും അക്ഷരസ്ഫുടതയോടുകൂടി ഈ പാട്ടിൻ്റെ ലിറിക്സ് ഒക്കെ തന്നെ മറക്കാതെ കാണാതെ തന്നെ പഠിച്ച് അതെങ്ങനെയാണ് കൃത്യമായി പാടാൻ കഴിയുന്നത്? അതെൻ്റെ അമ്മ ഓരോരോ വരികളായിട്ട് പഠിപ്പിച്ചു തരും. അപ്പോൾ അത് കേട്ട് ഞാൻ എല്ലാം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടും, പ്രാക്ടീസ് ചെയ്യും. പിന്നെ ചിലപ്പം ബുക്കിൽ നോക്കി അങ്ങനെയൊക്കെ പാടും. എന്നിട്ട് ഞാൻ ഇത്തിരി പഠിച്ച് വരുമ്പോൾ ഇത്തിരി ട്രാക്കിട്ട് പാടും. ട്രാക്കിട്ട് പാടിയിട്ട് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്തിരി വീഡിയോ എടുത്ത് യൂട്യൂബിലിടും. അങ്ങനെ എനിക്ക് ഒരുപാട് വ്യൂവേഴ്സ് കൂടി, പിന്നെ ലൈക്ക്, സബ്സ്ക്രൈബ് അങ്ങനെ ഒരുപാട് കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ആവട്ടെ സാറ് എനിക്ക് ഒരു അവസരം തന്നു. അപ്പോൾ സാറ് പറഞ്ഞു, സാർ ഇന്നതുപോലെ ഫ്ലവേഴ്സ് 1 കോടിയിൽ പോവുകയാണ്, മോളെയും കൂടെ ക്ഷണിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുകളിൽ അങ്ങനെ അതിലത്തെ ഒരാൾ സാറിൻ്റെ ഭാര്യ കഴിഞ്ഞിട്ട് ഞാനാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് സാറിൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു ഫ്രണ്ട്സ്. അങ്ങനെ ഒരു ദിവസം അങ്ങനെയായി. പിന്നെ സാറ് ഞാനും ഹാപ്പി. മുരുകൻ കാട്ടാക്കടയുടെ കവിത മാത്രമാണോ മോൾക്ക് ഇഷ്ടം? സാറിൻ്റെ അല്ലാത്ത മറ്റ് കവികളുടെ കവിതകളും ഇഷ്ടമുണ്ടോ? അതൊക്കെ പാടാറുണ്ടോ? പാടാറുണ്ട്, ചെറുതായിട്ടൊക്കെ പാടാറുണ്ട്. എന്നെ യൂട്യൂബിൽ ഇടാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഇഷ്ടപ്പെട്ട ആദ്യ കവിത ഒന്ന് പാടിയാലോ നമുക്ക്? ഇഷ്ടപ്പെട്ട കവിത ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ കനൽപ്പൊട്ടും മനുഷ്യനാകണമെന്ന ആ കവിതയാണ്. ആദ്യം ഞാൻ കനൽപ്പൊട്ട് എന്ന കവിത ചൊല്ലാം. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി
വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ടനീതി ശ്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ടനീതി ശ്രീധനം. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ, നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ, നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. ആദ്യമാദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ആദ്യമാദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനെ അനർഹനാണു പുരുഷനെന്ന നേരതിന്നിദാനമേ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. ഭീരുവെന്ന പേരിനെ അനർഹനാണു പുരുഷനെന്ന നേരതിന്നിദാനമേ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ. നേടിടാൻ കഴിഞ്ഞിടില്ല വന്നവൾക്കുമേൽ ജയം. നേടിടാൻ കഴിഞ്ഞിടില്ല വന്നവൾക്കുമേൽ ജയം. പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരു പച്ചയാൾ. എരിഞ്ഞു തീരുവാൻ അടുപ്പു കൊള്ളിയല്ല പെണ്ണവൾ. എരിഞ്ഞു തീരുവാൻ അടുപ്പു കൊള്ളിയല്ല പെണ്ണവൾ. പടർന്നു കത്തിടേണ്ട ദാമവർണ്ണ തീക്കനൽ. കപട പുരുഷബോധമേ കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ അബലയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കു പേർ. അബലയല്ല ചബലയല്ല അഗ്നി എന്നവൾക്കു പേർ. ഓർത്തു വയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണ്, അതിൻ്റെ പാതിയില്ലവൾ പ്രപഞ്ചസാര സൗഭകം. ഓർത്തു വയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണ്, അതിൻ്റെ പാതിയില്ലവൾ പ്രപഞ്ചസാര സൗഭകം. ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ.
ആരും ആരെയും ഹരിച്ചിടാതെ തോളുരുമ്മിയാൽ കാടടക്കി നാടടക്കി ക്ഷീരവധം കൂടടക്കി മാരി മഹാമാരികൾ തൻ പേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന പേരടക്കി നാം ഇതേവരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമന്ന് ശ്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ കാടടക്കി നാടടക്കി ക്ഷീരവധം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരുടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന പേരടക്കി നാം ഇതേവരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമന്ന് ശ്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ അപ്പൊഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും അപ്പൊഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യചരിത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ അപ്പൊഴി ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യർ ഇത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. ഞാൻ കേട്ടിരുന്നു പോയി മോളെ. ഗംഭീരമായി പാടി എന്ന് പറഞ്ഞാൽ അസാമാന്യമായിരുന്നു. നന്നായി പാടി. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഈ പാട്ടിൻ്റെ ഒരു ഫ്ലോ ഒക്കെ കൃത്യമായി മനസ്സിലാക്കി അത് ബാലൻസ് ചെയ്ത് കൃത്യമായി അതിൻ്റെ ഒരു പോർഷനൊക്കെ തന്നെ മനസ്സിലാക്കി മുമ്പോട്ട് പോയത്? അതെങ്ങനെയാണ്? അത് ഒരു വലിയ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമല്ലേ? അതെ. അതെങ്ങനെയായിരുന്നു? അതിന് വേറെ ആരുടെയെങ്കിലും ഒക്കെ സഹായം ഉണ്ടായിരുന്നോ? ഞാൻ ഫോണിൽ ഈ പാട്ടിടും, എന്നിട്ട് അതിനെ അമ്മ അത് ഓരോരോ വരികളായിട്ട് എനിക്ക് പറഞ്ഞു തരും. അപ്പം അത് എനിക്ക് കുറച്ച് എനിക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാൻ അതിനെ ഒറ്റയ്ക്ക് ഇരുന്ന് പാടും. തെറ്റുള്ളത് അമ്മ പറഞ്ഞു തരും. ആദ്യം അമ്മയാണോ പാടി കേൾപ്പിക്കുന്നത്? ആദ്യം അമ്മയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛനെ പാടി കേൾപ്പിക്കുമോ? അതെ. ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇത് കേൾക്കും, കുറേ പ്രാവശ്യം ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. ഒരു ദിവസം കേൾക്കും, 2 ദിവസം, അങ്ങനെ പല ദിവസവും കേൾക്കും. അങ്ങനെ ഈ കവിത പഠിക്കാൻ എത്ര ദിവസം എടുത്തു? ഒരു 2 ദിവസം എടുത്തു. 2 ദിവസം കൊണ്ട് പഠിച്ചു? ഗംഭീരം. അങ്ങനെ ഞാൻ ഇതിനെ ഒരുപാട് കേൾക്കും. എന്നിട്ട് ഇതിന്റെ ആദ്യമത്തെ വരിയും പിന്നീടുള്ള വരിയും എനിക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാവും. എന്നിട്ട് അമ്മയ്ക്ക് എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിനെ പാടിക്കൊടുക്കും. ആദ്യമത്തെ വരി പാടും. എന്നിട്ട് അമ്മ എനിക്ക് അറിഞ്ഞുകൂടാത്ത വരി അമ്മ പറഞ്ഞു തരും. അമ്മ ആദ്യം എഴുതി വെക്കും, ലിറിക്സ് എടുത്ത് എഴുതി വെക്കും. ലിറിക് എടുത്ത് എഴുതി വെച്ചിട്ട് അടുത്ത ആഴ്ച അമ്മ എന്നെ വിളിക്കും. എന്നിട്ട് ഒരു ദിവസം 4 വരി വെച്ച്, അങ്ങനെ 2 വരി വെച്ച് അങ്ങനെ പാടി പോകുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായിക്കൊണ്ടുവരും. എന്നിട്ട് ഇതിനെ ട്രാക്കിട്ട് ഞാൻ പാടും. ട്രാക്കിട്ട് ഞാൻ പാടിയിട്ട് ശരിയാകുമ്പോൾ ഞാൻ ട്രാക്കിട്ട് വീഡിയോ എടുക്കും. വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലും. എന്നിട്ട് അപ്പം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബറും ലൈക്കും ഷെയറും അങ്ങനെ ഒരുപാട് വന്നു തുടങ്ങി. അങ്ങനെ വന്ന് ഇങ്ങനെ ഒരുപാട് യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ടേയിരുന്നു. ഈ പാട്ട് കേട്ടപ്പോൾ മുരുകൻ കട്ടക്കട സാർ എന്താ മോളോട് പറഞ്ഞത് ആദ്യം? ഗംഭീരായിട്ട് സാറിന് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടോ? അതെ, ഞാനും സാറും വളരെ ഹാപ്പിയാണ്. ഇടയ്ക്കിടയ്ക്ക് സാറിനെ വിളിക്കാറുണ്ട്. വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ടോ? അതെ, എപ്പോഴും കാപ്പി കുടിച്ചു അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ കവിതകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അങ്ങനെ പല പിന്നെ കവിതകൾ ചൊല്ലി കൊടുക്കാറുണ്ട്. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മോളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ വെള്ളനാട് GTLPS പെരിഞ്ഞാറമൂല സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടുത്തെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ വലിയ സപ്പോർട്ടാണോ മോൾക്ക് തരുന്നത്? ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയൊക്കെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് ടീച്ചറിനെയും സ്റ്റുഡൻസിനെയും കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എനിക്ക് സ്നേഹമുള്ളതാണ് എൻ്റെ ടീച്ചർമാരും സ്റ്റുഡൻസും. സ്നേഹമുള്ളതാണ് എൻ്റെ ടീച്ചർമാർക്ക് ഞാൻ കവിതകൾ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊടുക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ചിലപ്പോൾ ചൊല്ലിക്കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയാണല്ലേ അപ്പോൾ ഫുൾ സപ്പോർട്ട് തരുന്നത്? യെസ്. എന്തായാലും ആ അച്ഛനും അമ്മയ്ക്കും
സി മലയാളം ന്യൂസ് ഒരു വലിയ കയ്യടി കൊടുക്കുകയാണ്. മോളിനി 2ാം ക്ലാസ്സിലേക്ക് കടക്കുന്നു അല്ലേ? അതെ. അച്ഛനും അമ്മയാണ് എൻ്റെ സ്നേഹപൂർവിതരായ അത് അങ്ങനെ. ഈ മുരുകൻ കാട്ടാക്കട സാറിൻ്റെ കവിതയ്ക്ക് പുറമെ മറ്റേതൊക്കെ കവിതകളാണ് മോള് ചൊല്ലുന്നത്? ഞാൻ ONBയുടെ ചൊല്ലാറുണ്ട്, വയലാറിന്റെ ചൊല്ലാറുണ്ട്. ഗംഭീരം. മധുസൂദനൻ നായരുടെ ചൊല്ലാറുണ്ട്, പിന്നെ അരുൺ KP അവരുടെ ചൊല്ലാറുണ്ട്, പിന്നെ ശ്രീജിത്ത് തൊണ്ടയാട് അവരെയൊക്കെ കവിതകൾ ഒരുപാട് ഞാൻ ചൊല്ലാറുണ്ട്. ഒരുപാട് ചൊല്ലാറില്ല, ഒരു കവിതയൊക്കെ അങ്ങനെയൊക്കെ ചൊല്ലാറുണ്ട്. അപ്പം നമുക്ക് മോക്ക് അടുത്ത് ഇഷ്ടപ്പെട്ട ഏത് കവിതയാണ് ഞങ്ങൾക്കായി പാടിത്തരിക? എനിക്ക് ഫേവറേറ്റ് ആയ ഒരു കവിതയുണ്ട്, ചുവപ്പെന്ന സിനിമയിലെ. അയ്യോ, അത് കേൾക്കാനായി ഞാനിങ്ങനെ കൊതിച്ച് കാത്തിരിക്കുകയാണ്. ഞാൻ മാത്രമായിരിക്കില്ല, നമ്മുടെ പ്രേക്ഷകരും വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അതിലാണ് ഞാൻ കറങ്ങി തിരിഞ്ഞു വന്നത്. അപ്പൊ നമുക്ക് ചോപ്പ് കേട്ടാലോ? മനുഷ്യനാകണം മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്ന താണു മാർസിസം. മനുഷ്യനാകണം മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്ന താണു മാർസിസം. കൊന്നു കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകില്ല താണു മാർസിസം. തോൽക്കുകില്ല, തോറ്റുവെങ്കിലില്ല മാർസിസം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാക്കണം. നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർസിസം, ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർസിസം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, നമുക്കു നമ്മളെ പകുത്തു പങ്കുവയ്ക്കണം. പ്രണയമേ കലഹമേ പ്രണയമേ കലഹമേ, പ്രകൃതി സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്ന താണു മാർക്സിസം. തോൽക്കുകില്ല തോൽക്കുകില്ല തോൽക്കുകില്ല, തോറ്റുവെങ്കിലില്ല മാർക്സിസം. മനുഷ്യനാകണം മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം. മനുഷ്യനാകണം മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം. കിഴക്കു നിന്നുമല്ല സൂര്യൻ, തെക്കു നിന്നുമല്ല സൂര്യൻ, ഉള്ളിൽ നിന്നുയർന്നു പൊന്തി വന്നൊദിക്കണം. വെളിച്ചമേ വെളിച്ചമേ, നിനക്കു ഞങ്ങൾ പേരിടുന്ന താണു മാർക്സിസം. മാർക്സിസം മാർക്സിസം. ചുവപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസ്സേ, അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ. മനുഷ്യ സ്നേഹമേ മനുഷ്യ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്ന താണു മാർക്സിസം. മുരുകൻ കാട്ടാക്കട സാറ് പാടുന്നത് പോലെ ആക്ഷനൊക്കെ കാണിച്ചൊക്കെ തന്നെയാണല്ലോ പാടുന്നത്. സാറിൻ്റെ ഇത് പഠിച്ചതാണോ അതൊക്കെ? സാറ് ഒരുപാട് വീഡിയോസ് അങ്ങനെ യൂട്യൂബിലേക്ക് ഇടുമല്ലോ, അത് ഞാൻ എപ്പോഴാ അമ്മ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും, അത് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതിനു മുമ്പ് പാട്ടിനെ കുറിച്ച് പറയട്ടെ. ഗംഭീരമായി പാടി, അടിപൊളിയായിട്ട് പാടി, കെട്ടിപ്പിടിച്ചൊരുമ്മ. അതെന്നെ ഒരു ഓർമ്മപ്പെടുത്തില്ല. അതെ. പനച്ചുരാൻ സാറും മുരുകൻ കാട്ടാക്കട സാറുമായിട്ട് നല്ല ബന്ധത്തിലാണെന്ന് നമുക്കറിയുമോ? സാറ് പക്ഷേ ഇപ്പം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി, അനിൽ പനച്ചുരാൻ സാറ്. സാറും രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അതെ, അതെനിക്കറിയാം. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് സ്റ്റേജ് കിട്ടി. വെള്ളനാട് അവിടെ ഒരു സ്റ്റേജ് കിട്ടി. അവിടെ ഞാൻ മനുഷ്യനാണ് ചൊല്ലിയത്. ആ മനുഷ്യനാണം ചൊല്ലിയതിൽ ഒരു നല്ല ഇതായിരുന്നു. അന്ന് അവിടെ ഒരുപാട് പ്രേക്ഷകർ കയ്യടി, അങ്ങനെ പല പല ഇതും ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് സ്റ്റേജ് കിട്ടി. ഒരുപാടല്ല, 4-3 സ്റ്റേജുകളൊക്കെ കിട്ടി. സാറിൻ്റെ അടുത്തിരിക്കണം, സാറിനെ കുറിച്ചുള്ള ബന്ധങ്ങൾ എനിക്ക് അറിയണം, അങ്ങനെ പല പല ഇതും ഉണ്ട് എനിക്ക്.
പിന്നെ അനിൽ പൻസൂര സാറിൻ്റെ ഒരു കവിതയുണ്ട്, പ്രണയകാലം. ആ കവിതയിലെ ആദ്യമത്തെ വരി എനിക്കറിയാം, പക്ഷെ ആദ്യമത്തെ വരി അറിയാം, ബാക്കി വരി അറിഞ്ഞൂടെ. നമുക്ക് ആ കവിത കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. മോള് പഠിക്കൂ. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോൾ ഓമർ വയ്ക്കാം, ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാം, ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാം. ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എൻ്റെ കനവിൽ നീ എത്തുമ്പോൾ ഓർമ്മ വയ്ക്കാം, ഒരു മധുരമായെന്നും ഓമനിക്കാം, ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാം. ഇത്രയാണ്. നന്നായി പാടിയല്ലോ. ആർട്സ് ആണോ ഇഷ്ടം, കൂടുതൽ സ്പോർട്സ് ആണോ ഇഷ്ടം? സ്കൂളിൽ 2 പരിപാടികൾക്ക് ഒരേ രീതിയിൽ പങ്കെടുക്കാറുണ്ടോ? അതെ, ഈ രണ്ടും ഇഷ്ടം. കൂടുതൽ ഇഷ്ടം ആർട്സ് ആയിരിക്കും അല്ലേ? കൂടുതൽ ഇഷ്ടം അത് തന്നെയാണ്. പക്ഷേ സ്കൂളിൽ 2-3 സ്റ്റേജിൽ ഓട്ട മത്സരത്തിന് ഞാൻ സെക്കൻഡായി. പാട്ട് പാടുന്നതിലുപരിയായി ഡാൻസ് കളിക്കാറുണ്ടോ? ആ, ചിലപ്പോൾ അമ്മ എന്തെങ്കിലും, അച്ഛനും അമ്മ എന്തെങ്കിലും പാട്ടിടുമ്പോൾ അതിൻ്റെ കൂടെ. അച്ഛൻ പാടാറുണ്ടോ? ഇല്ല. അച്ഛനും അമ്മയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അച്ഛൻ പാടാറുണ്ടോ? ഇല്ല, അച്ഛൻ അമ്മയോ? അമ്മ എനിക്ക് പാടാറില്ല. വേണ്ടി വന്നാൽ നമുക്ക് പാടിപ്പിക്കേണ്ടി വരുമല്ലേ? എനിക്ക് പിന്നെ ഒരാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെയും കൂടെ കണ്ടാൽ. ആരെ കാണണം? ടോപ്പ് സിംഗറിലത്തെ ഒരാളാണ്, എം ജി അങ്കിൾ. എന്തായാലും ഇത് കാണുകയാണെങ്കിൽ ഉറപ്പായും എം ജി സാറ് മോളെ തേടിയെത്തും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടത്. എം ജി സാറിൻ്റെ അടുത്തൊരു പാട്ട് നമുക്കങ്ങ് കലക്കിയാലോ? മുത്ത് മുത്ത് അയ്യപ്പ മണിമുത്ത് മുത്തായി പിറക്കേണം, മുത്ത് മുത്ത് അയ്യപ്പ മണിമുത്ത് മുത്തായി പിറക്കേണം. അത് മാത്രമേ അറിയാം. മോളി നാടൻ പാട്ട് പാടാറുണ്ടോ? നാടൻ പാട്ട് കലാഭവൻ മണി ചേട്ടൻ്റെ നാടൻ പാട്ട് ഇഷ്ടമാണോ? എനിക്ക് ആ ഒരു കലാഭവൻ മണി ചേട്ടൻ്റെ ആട്ടോ പാട്ടറിയാം. ആ പാട്ട് കേട്ടാലോ? ആരാരുമാവാത്ത കാലത്തു ഞാനൊന്ന് ഓടി നടന്ന വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്തു ഞാനൊന്ന് ഓടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിനെ രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെന്നെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ഇല്ലുമുറിയെ പണിയെടുത്തും കപ്പക്കട്ടം കുടിച്ച കാലം, പള്ള നിറയ്ക്കാൻ വഴിയില്ലാതന്നു നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാടു കണ്ടു ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുമെന്നു ഞാൻ. ആരാരുമാവാത്ത കാലത്തു ഞാനന്ന് ഓറി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെൻ്റെ കയ്യും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. എൻ്റെ നിറം പോൽ കറുത്തൊരു പാൻറ് മുഷിഞ്ഞ ജുബയലക്കി, ഓട്ടോൻ്റെ ഇടുക്കിയിൽ വച്ചത് ഓർത്തു ഞാൻ എന്നും കരഞ്ഞു പോകും. തേച്ചാലും മാച്ചാലും ജീവചരിത്ര മനസ്സിനുമായുകില്ല, ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടങ്ങും പോകുകില്ല. തേച്ചാലും മാച്ചാലും ജീവചരിത്ര മനസ്സിനുമായുകില്ല, ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടങ്ങും പോകുകില്ല. ആരാരുമാവാത്ത കാലത്തു ഞാനന്ന് ഓടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിനെ രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെന്നെ കയ്യിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. മോളി ചെറിയ പ്രായത്തിനിടയ്ക്ക് സീരിയലിലും ഒപ്പം സിനിമയിലും ഒക്കെ ഡബ് ചെയ്തു എന്ന് അറിഞ്ഞായിരുന്നു. അത് ഏതൊക്കെ സിനിമയിലും സീരിയലിലും ഒക്കെയാണ് ഡബ് ചെയ്തത്? കാട്ടമാരായിടൂ അന്ന് സിനിമയിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, പിന്നെ സീരിയലിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കാർട്ടൂണിൽ ഡബ് ചെയ്തിട്ട് കുക്കു TV അതിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഈ അവസരങ്ങളൊക്കെ എങ്ങനെയാണ് തേടിയെത്തിയത്? അവസരങ്ങളൊക്കെ പുരാങ്ങാട്ടകട സാറിൽ നിന്ന് ഇങ്ങനത്തെ അങ്ങനെ സാർ എന്നെ ചിലപ്പോൾ വിളിക്കും, പ്രോഗ്രാം ഉണ്ടെങ്കിൽ വിളിക്കും. അപ്പം അതിനൊക്കെ ഞാൻ പോയി അങ്ങനെയൊക്കെയാണ് എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയത്.
സാറിൻ്റെ അടുത്ത് ഏത് കവിത നമുക്ക് കേൾക്കാം? രേണുക കേൾക്കാമോ? രേണുകേ നീ രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നീ രാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഘനഭംഗികൾ. പിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം. രേണുകേ നാം രണ്ടു നിഴലുകൾക്കിരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ. പകലിൻ്റെ നിറമാണു നമ്മളിൽ നിനവും നിരാശയും. കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി. നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ. കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി. നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ. ഭ്രമമാണു പ്രണയം വെറും ഭ്രമം. വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. ഭ്രമമാണു പ്രണയം വെറും ഭ്രമം. വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. എപ്പോഴോ തട്ടിത്തകർന്നു വീഴുന്നു നാം. നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു നാം. എപ്പോഴോ തട്ടിത്തകർന്നു വീഴുന്നു നാം. നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു നാം. സന്ധ്യയും മാഞ്ഞു നിഴൽ മങ്ങി നോവിൻ്റെ മൂകാന്തകാരം കനക്കുന്ന രാവതിൽ. മുന്നിൽ രൂപങ്ങളില്ല കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി. പകലു വറ്റി കടന്നുപോയി കാലവും പ്രണയമൂറ്റി ചിരിപ്പുരൗദ്രങ്ങളും. പുറകിലാരോ വിളിച്ചതായി തോന്നിയോ? പ്രണയം അരുതെന്നുരഞ്ഞതായി തോന്നിയോ?
പ്രണയം അരുതെന്നുരഞ്ഞതായി തോന്നിയോ? ദുരിതമോഹങ്ങൾക്കു മുകളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴുന്നതിൻ മുൻപൽപ്പമാത്രയിൽ ക്ഷണികമായെങ്കിലും നാം കണ്ട കനവിൻ്റെ മധുരം മിഴിപ്പൂ നനച്ചുവോ രേണുകേ? രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. ഈ പാട്ട് കേട്ടപ്പോൾ മുരുകൻ കട്ടക്കട സാർ എന്താ മോളോട് പറഞ്ഞത് ആദ്യം? ഗംഭീരായിട്ടുണ്ട്, അടിപൊളി. ആരാണ് രേണുക? പലരാണ് രേണു. അടിപൊളി. സാറ് പറഞ്ഞത് തന്നെ മോള് പറഞ്ഞല്ലോ. അത് ഫ്ലവേഴ്സ് റെക്കോർഡിൽ പോയപ്പോ ഫോണിൽ കേക്ക് അപ്പൊ എനിക്കതെല്ലാം മനസ്സിലാവുകയായിരുന്നു. ഈ നാടൻ പാട്ടുകളും കവിതകളും ഇതിന് പുറമെ സിനിമാ പാട്ടുകളും മോള് പാടാറുണ്ടോ? അതെ. സിനിമാ പാട്ടുകളിൽ ഏത് പാട്ടാണ് മോക്ക് പാടാനായി മോളുടെ ഫേവറേറ്റ് പാട്ട് ഏതാണ്? പഞ്ചതന്ത്രം കഥയിലെ എന്ന പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടിലിലെ മാണിക്യപ്പൈങ്കിളി മാനം പറക്കുന്ന വാനം പാടിയെ സ്നേഹിച്ചു, ഒരു വാനം പാടിയെ സ്നേഹിച്ചു. പഞ്ചതന്ത്രം കഥയിലെ പഞ്ചവർണ്ണ കുടിലിലെ മാണിക്യപ്പൈങ്കിളി മാനം പറക്കുന്ന വാനം പാടിയെ സ്നേഹിച്ചു, ഒരു വാനം പാടിയെ സ്നേഹിച്ചു. കൂട്ടുകാരറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല, കൂട്ടിലിരുന്നവൾ കനവു കണ്ടു. കൂട്ടുകാരറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല, കൂട്ടിലിരുന്നവൾ കനവു കണ്ടു. ഓരോ കിനാവിലും മാലാഹമാർ വന്ന് ശോഷന്ന പുഷ്പങ്ങൾ ചൂടിച്ചു, അന്നു ശോഷന്ന പുഷ്പങ്ങൾ ചൂടിച്ചു. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ മോളുടെ പാട്ട് ഇഷ്ടപ്പെടുമായിരിക്കും. അവരെല്ലാവരും ഇങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി മോളുടെ പാട്ടും വിശേഷങ്ങളും ഒക്കെ കേട്ടിരിക്കുകയാണ്. മറ്റു വിശേഷങ്ങളിലേക്ക് വന്നാൽ വയലാറിൻ്റെ ഒരു പാട്ട് കേട്ടാലോ നമുക്ക്? നമുക്ക് ഏത് പാട്ടാണ് ഇഷ്ടം വയലാറിൻ്റെ? വയലാറിൻ്റെ ഏത് കവിതയാണ് ഇഷ്ടം? ഏത് കവിത? വയലാറിൻ്റെ മാനുഷത എന്ന് പറയുന്ന കവിത. സ്നേഹിക്കയില്ല ഞാൻ എന്നാണ് എൻ്റെ. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഒന്നാം കൊമ്പത്ത് വന്നിരുന്നൊരു പുന്നാരക്കിളി ചോദിച്ചു, കൂട്ടിനീളം കിളി ചങ്ങാലി പൈങ്കിളി കൂടും വിട്ടിങ്ങോട്ടു പോരാമോ? അങ്ങേ കൊമ്പത്തെ പൊന്നിലപ്പൂട്ടിലെ ചങ്ങാലി പെണ്ണ് മിണ്ടിയില്ല. തൂവൽ ചുണ്ടിനാൽ ചീകി മിനുക്കിയ പൂവൻ ചങ്ങാലി ചോദിച്ചു, മഞ്ഞും വീഴുന്നു മാമരം കോച്ചുന്നു, മിഞ്ഞത്തെങ്ങാനും ചൂടുണ്ടോ? അങ്ങേ കൊമ്പത്തെ പൊന്നിലക്കൂട്ടിലെ ചങ്ങാലിപ്പെണ്ണ് നാണിച്ചു. പൊന്നിൻ താലി കീലുങ്ങുന്ന ശബ്ദത്തിലൊന്നാം കാമുകൻ ചോദിച്ചു,
അങ്ങേ കൊമ്പത്തെ പൊന്നിലക്കൂട്ടിലെ കെന്നെ കൂടി വിളിക്കാമോ? വെട്ടം മങ്ങുന്നു സന്ധ്യമയങ്ങുന്നു മുട്ടി കൂടിയിരുന്നോട്ടെ. നീളന്തർപ്പക്കതിരുകൾ തിങ്ങിയ നീലക്കാർമുകിൽ പൂനീട്ടി. നീളന്തർപ്പക്കതിരുകൾ തിങ്ങിയ നീലക്കാർമുകിൽ പൂനീട്ടി. ചൂളം കുത്തിപ്പതഞ്ഞൊഴുകും കാട്ടു ചോലക്കെന്തൊരു പുന്നാരം. ചായച്ചെപ്പും തുറന്നു കൊണ്ടെത്തിയ സായം സന്ധ്യയ്ക്കു രോമാഞ്ചം. ആറിൻ തീരത്തെ ആമരക്കൊമ്പുകളാകെ പുഞ്ചിരി പൂക്കൊത്തി. കൊക്കും ചായ്ച്ചിരുന്നോ മനക്കൺകളിൽ സ്വർഗ സ്വപ്നങ്ങൾ കാണുന്നു. അങ്ങേ കൊമ്പത്തെ കാമുകി ജീവനിലെങ്ങാണ്ടുന്നൊരു രോമാഞ്ചം. ചെന്നു കൂട്ടത്തിലൊന്നിച്ചിരിക്കുവാൻ ചെന്നു കാമുകനന്നേരം. തമ്മിൽ കൊക്കും ചിറകുമുരുമ്മി തമ്മിൽ സ്വപ്നങ്ങൾ കൈമാറി. മുട്ടി ചേർന്നു കരളിൽ ഞരമ്പുകൾ ഒട്ടിച്ചങ്ങനെ മേവുമ്പോൾ. ജീവൻ ജീവനിൽ പൂക്കുമരങ്ങങ്ങൾ ജീവിപ്പിക്കുന്ന ചൈതന്യം കണ്ടു. താഴത്തു നോക്കി നിന്നാ കവി കണ്ണിൽ തൻ കരൾ പൂവോടെ. ആറിൻ തീരത്തെ സന്ധ്യതൻ മുന്തിരിച്ചാറിൽ കൽപ്പന നീന്തുമ്പോൾ. ഏതോ ദിവ്യാനുഭൂതിയിലങ്ങനെ ചേതോ മണ്ഡലം മേവുമ്പോൾ. നിന്നു നിശ്ചലമാതി മഹാകവി നിന്നു താപസൻ വാത്മീകി. മോളെ, നമ്മൾ പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടു. എങ്ങനെയാണ് പഠിക്കാനൊക്കെ? മോള് നന്നായി പഠിക്കുമോ? ക്ലാസ്സിൽ എല്ലാ സബ്ജക്റ്റിനും A+ ഒക്കെ ഉണ്ടോ? A+ ഇല്ല, നമുക്ക് വെരി ഗുഡും സ്റ്റാറും ആണ് കേട്ടോ. A+ അങ്ങനെയൊന്നുമില്ല. വെരി ഗുഡും സ്റ്റാറും ഒക്കെ കിട്ടാറുണ്ടോ? അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്? എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ്. അതിലത്തെ ഒരു സബ്ജക്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. മാത്സ് ആണോ, സയൻസ് ആണോ, അങ്ങനെ ഏത് സബ്ജക്റ്റാണ്? ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാണ് എൻ്റെ വെരി ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് പഠിക്കണം, എന്നാൽ നമുക്ക് വെളിയിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ മോള്? ട്യൂഷൻ ഇപ്പോൾ കുറച്ചു മുമ്പ് പോവാറുണ്ടായിരുന്നു, ഇപ്പോൾ പോക്കില്ല. ട്യൂഷൻ ടീച്ചറൊക്കെ വഴക്ക് പറയാറുണ്ടോ? ട്യൂഷൻ ടീച്ചറെ പാട്ടുപാടി മയക്കോ മോള്? ടീച്ചറിന് ഞാൻ പാടിക്കൊടുക്കും. ടീച്ചർ ബാക്കിയുള്ള കുട്ടികളുടെ അടുത്ത് ഇങ്ങനത്തെ കവിതകളൊക്കെ ചൊല്ലിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ടീച്ചറിന് ബാക്കിയുള്ള കുട്ടികളെ വഴക്ക് പറയും. അമ്മ ഇങ്ങോട്ട് കയറി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ പറഞ്ഞു, മോൾ ആള് ബ്രില്യൻ്റ് ആണ്, ജഗജില്ലിയാണ് മോള്, പാട്ടുപാടി ആരെയും വീഴ്ത്താനുള്ള കഴിവ് മോക്കുണ്ടെന്നാണ് പറഞ്ഞത്. അതെന്തായാലും ഇപ്പം തെളിഞ്ഞു, അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അത് തെളിയും, അതറിയാനുള്ള ഒരാളെ തന്നെ ദൈവം. അതെ, തീർച്ചയായും. അടുത്ത് ഞങ്ങൾക്കായി അടുത്ത ഏത് കവിതയാണ് മുരുകൻ കാട്ടാക്കട സാറിൻ്റെ ഏത് കവിതയാണ് അടുത്ത് ചൊല്ലിത്തരിക? പത്താത് അറിയാം. മണല് കരിഞ്ഞു പറക്കുന്നെന്ത്ര കാക്ക മലർന്നു പറക്കുന്നു. മണല് കരിഞ്ഞു പറക്കുന്നെന്ത്ര കാക്ക മലർന്നു പറക്കുന്നു. താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. കന്നഡ എന്ന കവിത കേട്ടാലോ നമുക്ക്? ഇനി അത് കേൾക്കാം. എല്ലാവർക്കും തിമിരം
നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകളുടഞ്ഞു ചിതറും നാദം. പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുവതു കാണാം. ഒഴിഞ്ഞ കൂരയിലൊളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഗംഭീരമായി പാടി മോളെ, ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു. മോക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉതുപ്പാൻ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, നമുക്ക് അതൊരു 4 വരി കേട്ട് വൈൻഡപ്പ് ചെയ്താലോ? അത് പഠിക്കും. പതുപതുപ്പുള്ളൊരു പുതുമണ്ണിലൂടെ പുലരിപ്പുതപ്പും പുതച്ചു വരുന്നുണ്ട്, ഉലയിലായുദയവും ഊതിത്തെളിച്ചു കൊണ്ടുലകിൻ്റെ ഉടയവനായുതുപ്പാൻ. മണ്ണിൻ്റെ ഉപ്പുനീരൂറ്റിയാറ്റി വിത്തിൻ്റെ നാവു നനച്ചു നീട്ടി. മണ്ണിൻ്റെ ഉപ്പുനീരൂറ്റിയാറ്റി വിത്തിൻ്റെ നാവു നനച്ചു നീട്ടി. മാറത്ത് മാറാപ്പുവാരിയേന്തി മാരിയായി മണ്ണിൻ്റെ ദാഹമാറ്റി. പതുപതുപ്പുള്ളൊരു പുതുമണ്ണിലൂടെ പുലരിപ്പുതപ്പും പുതച്ചു വരുന്നുണ്ട്, ഉലയിലായുദയവും ഊതിത്തെളിച്ചു കൊണ്ടുലകിൻ്റെ ഉടയവനായുതുപ്പാൻ. മോളെ ഗംഭീരമായി പാടി. ഏതായാലും ഞങ്ങളുടെ ഈ ഒരു സി മലയാളം ന്യൂസിൻ്റെ പേരിലുള്ള ഒരു ബിഗ് സല്യൂട്ട് തന്നെ അറിയിക്കുകയാണ്. മോൾക്കിനിയും ജീവിതത്തിൽ ഏറ്റവും വലിയ വലിയ ഉന്നതികളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ നന്ദി. രേണുകേ നാം രണ്ടു മേഘശഹലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ.